ഞാനിന്നലെ നമ്മുടെ മറ്റേ പടം കണ്ടപ്പാ. ഏത് പടം? പടം വാഴേ. എന്താ പടം എന്നറിയോ? നല്ല സൂപ്പർ പടം അല്ലടാ. പിന്നെന്താണ്? ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കണ്ടു. എന്താ ഒരു തള്ളിക്കയറ്റമാണ്. ഒരു സൂപ്പർ സ്റ്റാർ പടം കണ്ട ഒരു അവസ്ഥ. ആ ഇന്നലെയും കൂടി എന്താ ഒരു തിരക്ക് നടക്കണം. നീ ആ ചെക്കന്മാരൊക്കെ എവിടെന്നാ വരുന്നത് എനിക്കറിയില്ല. അല്ല നീ കണ്ടില്ലേ വാഴ? ഞാൻ വാഴയും കാണില്ല, ഒരു കൊലയും കാണില്ല. സിനിമക്കാരൻ്റെ തനിക്കോണപ്പല്ലടാ മനസ്സിലായത്. വീട്ടിൽ ടി വി കൂടെ ഓണാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എടാ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെടാ. സലീം കുമാർ ഒരു പടത്തിൽ പറയുന്നില്ലേ, അടി ഇടി വെടി പുക, അതന്നെ സിനിമ. നീ എന്ത് കൂട്ടാൻ വേണ്ടി കൂട്ടാക്കേണ്ട കൂടുന്നു? ഏതെങ്കിലും ഒന്നോ രണ്ടോ സിനിമക്കാർ അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. എനിക്ക് എന്റെ സിനിമ വന്ന് എനിക്കറിയാനല്ലേ. എത്ര നല്ല ആൾക്കാരും എന്റെ പരിചയത്തിലാണ്. ഒന്നോ രണ്ടോ ആൾക്കാർ അങ്ങനെ ഉണ്ട്, എല്ലാവരും അങ്ങനെയാണ്. വെറുതെ പോലം കട്ട കൂട്ടം കൂടിയിട്ട് വയ്ക്കുന്നത്. അല്ല നിനക്കെന്ത് സിനിമ ബന്ധം മനസ്സിലായില്ല? എടാ ഇവൻ നമ്മുടെ നാട്ടിലെ സൂപ്പർ സ്റ്റാർ സോമേട്ടന്റെ ഡ്രൈവറായി കുറക്കാലം പോയതല്ലേ. അപ്പോ സിനിമ ബന്ധം ഇല്ലാതിരിക്കില്ലല്ലോ. നമ്മുടെ സോമന്റെ തന്നെ ഞാൻ സോമാട്ടന്റെ ഡ്രൈവറായിട്ട് കുറെ പോയത് തന്നെയാണ്. എനിക്ക് സോമാട്ടൻ അറിയുമാതിരി നിങ്ങൾക്ക് അറിയൊന്നുമില്ലല്ലോ. അയാളെ സെറ്റിൽ വലിയ സൂപ്പർ സ്റ്റാർ തന്നെയാണ്. എനിക്ക് നേരിട്ട് അറിയണ കാര്യം തന്നെയാണ് കേട്ടോ. നിങ്ങൾ വെറുതെ കൊണ്ടാൻ വേണ്ടി വർത്താനൊന്നും പറഞ്ഞിട്ട് അയാളെ പറ്റി കുറ്റം പറയാൻ നിൽക്കണ്ട. എന്നിട്ട് നിന്റെ സോമേട്ടനെ ഓർഡറാ കുറക്കാലായിട്ട് പുറത്തേക്കൊന്നും കാണാനില്ല. വല്ലവിടെയും ഷൂട്ടിന് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ആള് വീട്ടിലുണ്ടേ. ആളിപ്പോ ഒത്തിരി ടെൻഷനിലാണ്. പക്ഷേ റിപ്പോർട്ടൊക്കെ വന്നില്ലേ, അതിനുശേഷം ആളിപ്പോ ഒത്തിരി ടെൻഷനിലാണ്. പുറത്തേക്ക് ശരിയാവും. അല്ലടാ നിന്റെ സോമേട്ടന്റെ പേരും ഇനി ആരെങ്കിലും വിളിച്ച് പറയുമോ? പറയാനൊന്നും പറ്റടാ. ഒരുപാട് സെറ്റിലൊക്കെ പോയതല്ലേ. ഇപ്പൊ ആരെങ്കിലും വിളിച്ച് പറഞ്ഞാലും പെടുവേ. എനിക്കിപ്പോ എപ്പോഴും ആളുടെ പിന്നാലെ നടക്കാനൊന്നും പറ്റില്ലല്ലോ. അതാണ് ഉപ്പ് എന്നരൊക്കെ വെള്ളം കുടിക്കും. അല്ല സോമട്ടങ്ങാനും ഉപ്പ് കഴിച്ചിക്കണ സത്യം പറ. ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്താടാ? നമ്മുടെ സോമേട്ടനും ചെറുതായിട്ടൊന്ന് ഉപ്പ് നോക്കിയിട്ടുണ്ടോ? അമ്മ വിളിച്ചിട്ടിപ്പോ ഒരേ ബ്ലാക്ക് മെയിലാണ്ടാ. അയാൾ കെട്ടി തൂങ്ങി ചാവുന്നൊക്കെ പറഞ്ഞിട്ട് കയറും സെറ്റാക്കിയിട്ടിരിക്കുകയാണ് വീട്ടിൽ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അങ്ങ് ആദ്യം പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇയാൾ ഇങ്ങനത്തെ കുണ്ടാൻ വണ്ടിയിലൊക്കെ പോയി പെടുന്ന ആരെങ്കിലും വിചാരിക്കണ്ട. അതൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളെ കൊണ്ട് അതൊന്നും പറഞ്ഞാൽ ശരിയല്ല. ഇത്ര അറിഞ്ഞാൽ മതി. എന്നാലും ഞാനതിലൂടെ ആലോചിക്കണേ, നമ്മുടെ സിനിമാ ലോകത്ത് വെറും ഒരു പരലായ സോമേട്ടൻ തന്നെ ഇത്രയും വലിയ ചുറ്റിക്കളികൾ ഉണ്ടെങ്കിൽ വമ്പൻ സ്രാവുകളുടെ അവസ്ഥ എന്തായിരിക്കും?